വിശ്വാസികൾ കഴിഞ്ഞ റജബ് മാസം മുതൽക്ക് തന്നെ പരിശുദ്ധ റമദാനിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന റമദാൻ നാളെ നമ്മുടെ മുമ്പിൽ എത്തുകയാണ്. ഇന്ന് തന്നെ മാസപ്പിറവി അടിസ്ഥാനത്തിൽ ഇന്ന് തന്നെ റമദാനിലേക്ക് നമ്മൾ പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ വ്രതാനുഷ്ഠാനം നാളെ തുടങ്ങുകയാണ്. അപ്പോൾ പരിശുദ്ധ റമദാനിനെ അതിൻ്റെ എല്ലാ വിധത്തിലുള്ള പ്രാധാന്യവും കണക്കിലെടുത്തുകൊണ്ട് അത് ആത്മസംസ്കരണത്തിൻ്റെ മാസമാണ്, കാരുണ്യത്തിൻ്റെ മാസമാണ്, നരക വിമോചനത്തിൻ്റെ മാസമാണ്. കാരുണ്യവും മഗ്ഫിറത്തും, അതായത് നമുക്ക് അള്ളാഹു പുറത്തു തരുന്ന ഒരു മാസം കൂടിയാണ് റമദാൻ. എന്നതുപോലെ തന്നെ നരക വിമോചനത്തിൻ്റെ കൂടി ഒരു മാസമാണ്. അപ്പോൾ ആ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധരായിക്കൊണ്ട് റമദാൻ മാസത്തെ ധന്യമാക്കാൻ എല്ലാ വിശ്വാസികളും തയ്യാറാക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ശരി, മാസപ്പിറ കണ്ടിരിക്കുകയാണ്. നാളെ സംസ്ഥാനത്ത് റമദാൻ 1 വ്രതാരംഭം ഉണ്ടാകും. വിവിധയിടങ്ങളിൽ ഇപ്പോൾ മാസപ്പിറ കണ്ടതായി അറിയിപ്പ് വരുന്നുണ്ട്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ അറിയിപ്പുകൾ വരുന്നു. പൂവാറും വർക്കലയിലുമൊക്കെ മാസപ്പിറ കണ്ടുവെന്ന് പാളയം ഇമാം ഇതിനോടകം തന്നെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നാളെ റമദാൻ 1, പരിശുദ്ധ റമദാൻ 1 നാളെ. വിവിധയിടങ്ങളിൽ മാസപ്പിറവി കണ്ടിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ഇതിനോടകം തന്നെ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നു മുതൽ വ്രതാരംഭം ആയിരുന്നു. ഇന്നലെ അവിടെ സൗദി അറേബ്യയിൽ മാസപ്പിറ ദൃശ്യമായതോടെയാണ് ഗൾഫ് നാടുകൾ നോമ്പിലേക്ക് കടന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. വിവിധ പ്രദേശങ്ങളിൽ മാസപ്പിറവി കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ റമദാൻ 1 നാളെ ഞായറാഴ്ചയായിട്ട് ഉറപ്പിച്ചതായി നിങ്ങളെ വിവരം അറിയിക്കുകയാണ്. റമദാൻ 1 നാളെയാണ്. ഇന്ന് വിവിധ മഹലുകളിൽ, വിവിധ പ്രദേശങ്ങളിൽ മാസപ്പിറവി കണ്ടു. ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആളുകൾ.